നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 14-ാം തീയതി ലിസ്റ്റ് ചെയ്ത JSW സിമെന്റിന്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ലിസ്റ്റിംഗിന് ശേഷമുള്ള JSW സിമെന്റിന്റെ ആദ്യ ക്വാർട്ടർലി റിസൾട്ട് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. JSW പോലെ സ്ട്രോങ് മാനേജ്മെന്റിന് കീഴിലുള്ള കമ്പനിയുടെ ഷെയർ ലിസ്റ്റിംഗിന് ശേഷം ഏകദേശം 16% താഴെ പോയിരുന്നു. 147 രൂപ IPO പ്രൈസ് ആയിരുന്ന ഷെയർ ലിസ്റ്റിംഗിന് ശേഷം ഇപ്പോൾ 127-126 രൂപയിലാണ് കച്ചവടം നടക്കുന്നത്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് നോക്കിയാലോ. ലിസ്റ്റിംഗിന് ശേഷമുള്ള ആദ്യ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി 75 കോടിയുടെ ലാഭമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി 76 കോടിയുടെ നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ 17% ഉയർന്ന് 1436 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1224 കോടി മാത്രമായിരുന്നു കമ്പനിയുടെ വരുമാനം. 75 കോടി നെറ്റ് പ്രോഫിറ്റ് വന്നപ്പോൾ എബിഡ 124 കോടിയിൽ നിന്ന് 266 കോടിയിലേക്ക് എത്തിയത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടായിരിക്കും കാണുക. അതുപോലെ തന്നെ എബിഡ മാർജിനും മെച്ചപ്പെട്ടിട്ടുണ്ട്. 10% നിന്നും 18%ലേക്കാണ് എബിഡ മാർജിൻ മെച്ചപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ടണ്ണിലുള്ള ഓപ്പറേറ്റിംഗ് എബിഡ മാർജിൻ കഴിഞ്ഞ വർഷത്തെ 602 രൂപയിൽ നിന്ന് ഈ വർഷം അത് 860 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ സെയിൽസ് വോളിയം വളരെയധികം മെച്ചപ്പെട്ടതായിട്ടാണ് കാണുന്നത്. 15% വർധനവാണ് സെയിൽസ് വോളിയത്തിൽ കാണിക്കുന്നത്. സെയിൽസ് വോളിയം 3.11 മെട്രിക് ടൺ ആയിട്ടാണ് ഈ വർഷം കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 2.71 മെട്രിക് ടൺ മാത്രമായിരുന്നു. അടുത്തതായി സിമെന്റിന്റെ സെയിൽസ് വോളിയം പരിശോധിച്ചാൽ അവിടെയും 7% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 1.54 മെട്രിക് ടണ്ണിൽ നിന്നും ഈ വർഷം 1.64 മെട്രിക് ടണ്ണായിട്ടാണ് സിമെന്റിന്റെ വിൽപ്പനയിലെ വർധനവ് കാണിച്ചിരിക്കുന്നത്. GGBSന്റെ സെയിൽസിൽ 21% വർധനവാണ് കാണിച്ചിരിക്കുന്നത്. 1.15 മെട്രിക് ടണ്ണിൽ നിന്നും 1.38 മെട്രിക് ടണ്ണായി ഉയർന്നതായിട്ടാണ് സെയിൽസ് കാണിക്കുന്നത്. IPOയിൽ നിന്നും കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം കടം തീർക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയായിരുന്നു. ഇതിലൂടെ ജൂൺ 2025-ൽ 4566 കോടിയായിരുന്ന കടം ഇപ്പോൾ 3231 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിലെ 1366 കോടിയുടെ നഷ്ടത്തിൽ നിന്നും ഇപ്പോൾ 75 കോടിയുടെ ലാഭത്തിലേക്ക് കമ്പനി വന്നത് വിപണി വളരെ പോസിറ്റീവായി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസിനായി ദയവായി ചാനൽ ഫോളോ ചെയ്യണേ.